ഏതാണ്ട് 1.25 വർഷം മുമ്പാണ് തിരുവനന്തപുരം നഗരത്തിലെ ടാറ്റു കേന്ദ്രങ്ങളിൽ എക്സൈസ് സംഘം പരിശോധന നടത്തി. SS കോവിൽ റോഡിലെ സ്റ്റെപ്പപ്പ് എന്ന ടാറ്റു കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരൻ മജീന്ദ്രൻ പിടിയിലായി. ഇയാളിൽ നിന്ന് 79 ഗ്രാം MDMA എക്സൈസ് പിടിച്ചെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് 2023 നവംബർ 3-ന് മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്ത കാണാം ആദ്യം. കൗമാരക്കാരുടെയും യുവാക്കളുടെയും ലഹരിയാണ് ടാറ്റു. ആ ടാറ്റു ചെയ്യുന്നതിന്റെ മറവിലാണ് ലഹരി വിൽപ്പന. തിരുവനന്തപുരം നഗരത്തിൽ ടാറ്റുവിന്റെ മറവിൽ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്ന സ്ഥാപനം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സംഘം കണ്ടെത്തി. SS കോവിൽ റോഡിൽ പ്രവർത്തിക്കുന്ന സ്റ്റെപ്പപ്പ് ടാറ്റു എന്ന സ്ഥാപനത്തിൽ ഇന്നലെ രാത്രിയിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. രാജാജി നഗർ സ്വദേശി മജീന്ദ്രൻ, സഹായി പെരിങ്ങമല സ്വദേശി ഷോണജി എന്നിവരെ MDMAയുമായി എക്സൈസ് സംഘം പിടികൂടി. പിന്നീട് മജീന്ദ്രന്റെ വീട്ടിൽ നിന്നും MDMA കണ്ടെടുത്തു. മൊത്തം 78.78 ഗ്രാം MDMAയാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഈ വാർത്ത കാണുമ്പോൾ ടാറ്റു കേന്ദ്രത്തിൽ മയക്കുമരുന്ന് ഇടപാട് എന്തിനാണെന്ന സംശയമുണ്ടാകാം. അന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ അന്നത്തെ എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന BL ഷിബുവിന്റെ മറുപടി ഒന്ന് കേൾക്കാം. ടാറ്റു എന്ന് പറയുന്ന ഈ സംഗതി ഇത് കുത്തുന്ന സമയത്ത് ഒരുപാട് സമയമെടുക്കും. ഈ സമയം എടുക്കുന്ന സമയത്ത് സാധാരണ ഒരു മനുഷ്യന് ഇത്രയും സമയം അവിടെ ഇരുന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം എടുത്തു കഴിഞ്ഞാൽ അവരറിയില്ല. അപ്പോൾ അവരോട് ആദ്യമേ പറയും, ഇത് നിങ്ങൾ ഒരല്പം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമയം എടുക്കുന്നതിന് കുഴപ്പമില്ല, നിങ്ങളുടെ ആ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ അവരുടെ അപ്പം 2 ബിസിനസ്സാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എത്ര ടൈം ലാഗിയതിനും കുഴപ്പമില്ല. അപ്പോൾ അവർ വീണ്ടും അത് ആവശ്യപ്പെടുന്ന സമയത്ത് അവരുടെ 2 തരത്തിലുള്ള ബിസിനസ്സാണ് അവിടെ നടന്നു പോകുന്നത്. ടാറ്റു ഇതിൻ്റെ വെറും ഒരു മറയാണ്. ഇനിയുള്ള യുവാക്കളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ടാറ്റു കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ, എല്ലായിടത്തും അല്ല, ചില കേന്ദ്രങ്ങളിൽ. ഈ കേസിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചു? മുഖ്യപ്രതി മജീന്ദ്രൻ ഇപ്പോഴും ജയിലിലാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി MDMA ആയതിനാൽ വിചാരണ കഴിയും വരെ ജയിലിൽ കഴിയണം. ഈ കേസിൽ ലാബ് റിപ്പോർട്ട് അടക്കം ഉൾപ്പെടുത്തി എക്സൈസ് കുറ്റപത്രവും കൃത്യസമയത്ത് നൽകിയിട്ടുണ്ട്. കേസ് വിചാരണയുടെ ഘട്ടത്തിലാണ്. നടപടികൾ കൃത്യമായതുകൊണ്ട് പ്രതി ഇപ്പോഴും ഇരുമ്പഴിക്കുള്ളിൽ. ഈ കേസിൽ നടപടിക്രമങ്ങളെല്ലാം മുറയ്ക്ക് നടന്നു. എന്നാൽ പല കേസുകളിലും ഇതല്ല സ്ഥിതി. മയക്കുമരുന്ന് കേസുകളിൽ ഒട്ടേറെ വെല്ലുവിളികൾ ഉദ്യോഗസ്ഥർ നേരിടുന്നുണ്ട്. 15 ദിവസത്തിനകം പിടിച്ചെടുത്ത മയക്കുമരുന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ചട്ടം. എന്നാൽ കെമിക്കൽ എക്സാമിനേഷൻ ലാബിലെ സൗകര്യക്കുറവ് കൊണ്ട് പലപ്പോഴും 180 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകുക എന്ന നടപടി ഉദ്യോഗസ്ഥർക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. പഴയതുപോലെയല്ല, ദിനംപ്രതി വൻതോതിലാണ് MDMA അടക്കമുള്ള മയക്കുമരുന്നുകൾ പിടികൂടുന്നത്. ഇത് യഥാസമയം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനുള്ള ആൾബലവും സംവിധാനവും നമ്മുടെ ലാബുകളിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് 90 ദിവസമാണ് കുറ്റപത്രം നൽകാനുള്ള സമയപരിധിയെങ്കിൽ NDPS കേസുകളിൽ അത് 180 ദിവസമാണ്. അതുവരെ പ്രതികൾക്ക് ജാമ്യം ലഭിക്കില്ല. സമയത്തിന് കുറ്റപത്രം നൽകിയില്ലെങ്കിൽ കാരണം ബോധ്യപ്പെടുത്തി 1 വർഷം വരെ സമയം നീട്ടിവാങ്ങാനും കഴിയും. നിയമവും ചട്ടവും ഒക്കെ ശക്തമാണെങ്കിലും ലാബ് റിപ്പോർട്ടുകൾ വൈകുന്നത് പല കേസുകളിലും തിരിച്ചടിയാകുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. മയക്കുമരുന്ന് വ്യാപകമാകുന്ന ഈ കാലത്ത് പരിശോധനാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ട നടപടി കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.